എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആലുവയിൽ നടന്നൊരു ട്രക്കും പിന്നെ ഒരു ടൂറിസ്റ്റ് ബസ്സും തമ്മിലുണ്ടായ വിഷയമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ഞാൻ എടുത്തതായിട്ട് വരും. എൻ്റെ ഭർത്താവും ഒരു ഡ്രൈവറാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തെപ്പറ്റി ഇത്രയും സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഇത് കുറേ വീഡിയോസ് ഇങ്ങനെ കാണുന്നവരുണ്ടല്ലോ, നമുക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നുന്നുണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത്. ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ ആർക്കും താല്പര്യമില്ല, ആർക്കും കാണാൻ ഇഷ്ടവുമില്ല. അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും കൂടുതലും കാണാൻ ഇഷ്ടം. ആരും കണ്ടാലും കണ്ടില്ലെങ്കിലും എന്നാലും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച് തന്നെയാണ് ഇതെടുത്തത്. ഇത് എത്ര വ്യൂ പോകുന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ വേണ്ടി വന്നതാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കുഞ്ഞൊരു പുഴുവിൻ്റെ മേത്തൂടെ പോലും വണ്ടി കയറല്ലേ എന്നും പറഞ്ഞിട്ടാണ് ഒരു ഡ്രൈവർ വണ്ടിയും കൊണ്ട് പോകുന്നത്. അത് മദ്യപിച്ച് ഓടിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയാം, മദ്യപിക്കാതെ ശരിക്കും ഇതുകൊണ്ട് ഉപജീവനമാർഗം കഴിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഡ്രൈവർ ജോലി കൊണ്ട് കുടുംബം പോറ്റുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളവർ ആ വണ്ടിയെ കയറിയിരുന്ന് അതേ തൊട്ട് ഒന്ന് പ്രാർത്ഥിക്കുമ്പം തന്നെ അത് നമ്മുടെ കൈ കൊണ്ട് ഒരബദ്ധവും പറ്റരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഓടിക്കുന്ന വണ്ടിക്കാരാണ് എല്ലാവരും. അതിപ്പോൾ ആ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഡ്രൈവറും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഏത് വണ്ടി, ഒരു സ്കൂട്ടർ ഓടിക്കുന്നവരാണെങ്കിലും ഒരു സൈക്കിൾ ഓടിക്കുന്നവരാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചാണ് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. റോഡിൽ ഇത്രയും തിരക്ക് വരുമ്പം ചിലപ്പോൾ ഒരു ചെറിയ തട്ടലോ മുട്ടലോ ഒക്കെ ഉണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, സ്വാഭാവികമാണ്. നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഒരു ദിവസം ഒരു തട്ടലും മുട്ടലും ഇല്ലാതാണോ എല്ലാ വണ്ടിയും പോകുന്നത്? അല്ലല്ലോ, ശരിക്കും തട്ടലും മുട്ടലും വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വലിയ അപകടം, ഉറങ്ങിപ്പോയി, അങ്ങനെ എന്നതെല്ലാം കാര്യങ്ങളുണ്ട്, എന്നതെല്ലാം സംഭവിക്കുന്നു. ചിലപ്പോൾ ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്ത് പോകുമ്പോൾ മറ്റൊരു വണ്ടി ഒരയും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അതിന് വഴക്കുണ്ടാകും, ബഹളം ഉണ്ടാകും, ഒക്കെ ചെയ്യും. പക്ഷെ ഒരു മുതൽ നശിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു ആണുങ്ങൾക്ക് ചേർന്ന പണിയേ അല്ലത്. സാധാരണ നമുക്ക് ആദ്യം വീഡിയോസ് കുറച്ചൊന്ന് കാണാം, കണ്ടേച്ച് നമുക്കൊന്ന് ബാക്കി കാര്യങ്ങൾ പറയാം. വീടെടുത്തോ, സില്ല് വിളിക്കുന്ന ആവശ്യമൊന്നുമില്ല. അത് തന്നെ, വണ്ടി വെട്ടുന്ന നിൽക്കുമല്ല. വീടെടുത്തോ. ചേട്ടാ വണ്ടി തട്ടിയാവരുക, അതും പറഞ്ഞാണ് കാട്ടിക്കൂടുന്നത്. ഇവിടെ അവർ ജീവിക്കാൻ വേണ്ടിയല്ലേ അവര്. ഒരു വണ്ടി തട്ടിയത്, ആ തിരിഞ്ഞു പോകണമായിരുന്നോ? ഇപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടല്ലോ, വണ്ടിയുടെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചേക്കുന്നു. ഇതിനകത്ത് ഞാൻ വീഡിയോ കാണിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, സ്ത്രീകൾ സഹിതമാണ് ഇറങ്ങിച്ചെന്ന് വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മുടെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു യാത്ര പോവോ, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ പറയും, പോട്ടെ സാരമില്ല, വിട്ടുകള പോട്ടെ എന്ന് പറഞ്ഞ് പോകാണ്ട്. കാര്യം പ്രശ്നത്തിൽ പോകുന്നൊരു ആളല്ല, എന്നാലും പറയും, അത് മൈൻഡ് ചെയ്ത് നമ്മളങ്ങ് പോകും. കാര്യം വെച്ചാൽ അതുപോലുള്ള പ്രശ്നങ്ങൾക്കാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ വണ്ടി നിർത്തുന്നതും അവരുമായിട്ട് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ നമ്മൾ കഴിവതും സത്യം പറയാം, ഞാൻ ഒരു വണ്ടിയെ പോകുമ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ അങ്ങോട്ട് ചെന്നും ഇങ്ങോട്ട് ചെന്നും ഒന്നും സംഭവിക്കില്ല എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ എതിരെ വരുന്ന വണ്ടിക്കാരുടെ നിന്നാണെങ്കിലും നമ്മൾ അങ്ങോട്ട് ചെല്ലി പോകുന്നിടത്താണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഇവിടുന്ന് ചേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ കാത്തുകൊള്ളണേ, അങ്ങോട്ട് പോകുന്നവരാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് നമ്മുടെ കയ്യിൽ നിന്നാണെങ്കിലും അവിടുന്ന് എതിരെ വരുന്ന വണ്ടിയിൽ നിന്നാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാതെ കാത്തുകൊള്ളണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വണ്ടിയാണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടലും മുട്ടലൊക്കെ ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, ഇല്ലെന്ന് പറയുന്നില്ല. എത്ര സൂക്ഷിച്ച് കൊണ്ടുപോയെന്നും എത്ര നല്ല ഡ്രൈവറാണെന്ന് പറഞ്ഞാലും ഒരു നിമിഷം മതി ഇതിൻ്റെയൊക്കെ ഒരു പാകപ്പഴ പറ്റാനായിട്ട്. അപ്പം ചിലപ്പം അറിയാതെ പറ്റുന്ന ഒരു കാര്യത്തിനായിരിക്കും നമ്മൾ എടുത്തിട്ട് ഉപദ്രവിക്കുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിൽ കണ്ടുവരുന്നൊരു കാര്യം എന്നറിയോ, മിണ്ടി തീർന്നാൽ ഉപദ്രവിക്കുക. അതാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിക്കൊണ്ട് കണ്ടുവരുന്നതാണ്. ഈ 2006 തുടങ്ങിയതിന് ശേഷം നമുക്കറിയാം എത്ര അമ്പലത്തിലെ പ്രശ്നങ്ങൾ, പൊതുവഴി കിടന്നുള്ള പ്രശ്നങ്ങൾ, എന്നതൊക്കെയാണ് ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന ഉപദ്രവമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാതെ നമ്മുടെ നിയമത്തിൻ്റെതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. എല്ലാം സംഭവിച്ചു കഴിയുമ്പോഴാണ് ബാക്കി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ ആ വണ്ടി അടിച്ച് അതിൻ്റെ ഗ്ലാസ് പൊട്ടിച്ചു. ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ അങ്ങേരുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു പാകപ്പിഴ കൊണ്ടാണ് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചത്. അതിൻ്റെ ഓണർ ഏത് തരക്കാരനാണെന്ന് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആ ഗ്ലാസിൻ്റെ പൈസ ആ ഒന്നൊന്ന് പണിക്ക് പോയി കിട്ടുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നവൻ്റെ കയ്യിൽ നിന്നായിരിക്കും. ആ ഗ്ലാസ്സിനൊക്കെ നല്ല വിലയുള്ള ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സൊക്കെ മേടിക്കാനായിട്ട് അവൻ്റെ കയ്യിൽ നിന്നായിരിക്കും, ഇല്ല അവൻ എവിടെയെങ്കിലും പരസ്യം എടുത്ത് കൊടുത്തായിരിക്കും ചെയ്യുന്നത്. കാര്യം അവന് വീണ്ടും അവിടെ ജോലി ചെയ്യേണ്ട സ്ഥാപനമാണ്. ആ വണ്ടിയെ ലോഡിയായിരിക്കും അവൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഒരു വണ്ടി ഓടിക്കുന്ന ഈ അത്രയും ആണുങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ഉപദ്രവിച്ചല്ലോ. ഇവന്മാരാരും വണ്ടി ഓടിക്കുന്നവരല്ലേ? ഇവരാരും വണ്ടി ഓടിക്കത്തില്ലേ?
സാധാരണ നമ്മുടെ കൂട്ടത്തിൽ ഒരാണുങ്ങൾ എന്നേലും ഒരു പ്രശ്നത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പെണ്ണുങ്ങൾ ആദ്യം ചെല്ലും, വേണ്ട ഒന്നും വേണ്ട എങ്കിൽ ബാന്ന് പറഞ്ഞ് പിടിച്ച് മാറ്റാൻ നോക്കും. അതേസമയം ഈ കൂടുള്ള ഒറ്റ പെണ്ണുങ്ങളുണ്ടല്ലോ, അവൾമാരാണ് മുന്നിൽ നിൽക്കുന്നത്. അടിക്കാതെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നത്, ഇതൊരു ട്രാൻസ്പോർട്ട് ബസ് ആയിരുന്നെങ്കിൽ ഉപദ്രവിക്കാൻ ചെല്ലുമായിരുന്നു അങ്ങോട്ട്? ഒന്നും വേണ്ട, നമ്മുടെ ഒരു കേരള രജിസ്ട്രേഷൻ വണ്ടി ആയിരുന്നെങ്കിൽ തോണ്ടാൻ ചെല്ലുമായിരുന്നോ? ചെല്ലുകയല്ല, തിരിച്ചിങ്ങോട്ടും കിട്ടുമെന്നറിയാം. ഇത് അവർ കൈ കൂപ്പി തൊഴുന്നുണ്ട്, ഒന്നും ചെയ്യരുതെന്ന് വേണ്ട. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്നു ഇവന്മാരാരും ചിന്തിക്കുന്നില്ല. ഇപ്പം ഇവരെ ഉപദ്രവിച്ചു, ഇത് ഇവിടെ ഇവന്മാർക്ക് തീർന്ന പ്രശ്നം. നല്ല ചൂടാണ്, ഭയങ്കര ചൂടാണ്, വേർത്തം കൊഴുവാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്താണ് വീഡിയോ ഞാൻ എടുക്കുന്നത്. കാര്യം വേർത്തം കൊണ്ട് ഒഴുകുമ്പോഴത്തേക്കുണ്ടല്ലോ, ചൂട് എല്ലായിടത്തും ഉണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇതാണെന്നറിയാം, ഈ ഒരു കാലാവസ്ഥ ഭയങ്കര മോശമാണെന്നറിയാം. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ അതിനേക്കാൾ മോശമാണ് നമ്മുടെ മനുഷ്യർ. അതുകൊണ്ടാണ് ഇതൊക്കെ കൂടുതലും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവരിവിടെ കിടന്ന് ഈ പ്രശ്നം ഉണ്ടാക്കി ഇത്രയും ചെയ്തേച്ച് ഇവരിവിടെ നിൽക്കുന്നു. ഇവിടുന്ന് ഒരു വണ്ടി ഇനി ഈ കേരളത്തിന് വെള്ളോട്ട് പോകുകയെന്ന് പറയാൻ പറ്റുമോ? ഈ കേരളം വിട്ട് നമ്മുടെ ഒരു വണ്ടിയും പോകുന്നില്ലേ, എങ്ങോട്ടും പോകുന്നില്ലേ? ഈ പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയാം, ഈ ഉണ്ടാക്കിയവന്മാർക്കിട്ട് ആയിരിക്കുമല്ലോ പണി കിട്ടുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ മാറുകയും അവർ ആ ഒരു പ്രശ്നം തീർപ്പാക്കി പോലീസുകാർ നിൽക്കുക, അങ്ങനെ വലിയ വിഷയം ഉണ്ടാകുകയില്ല. പക്ഷെ അവിടെ അങ്ങനെയല്ല, പോലീസുകാർ നോക്കി നിൽക്കി കിട്ടും, നല്ല കീറ് കിട്ടുന്നു അവിടെയുള്ള നാട്ടുകാരെ. ഒന്നിനും ഒരു വിവരമില്ലാത്ത മനുഷ്യരാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവർ അത്രയും പോലും വിവരമില്ലാത്തതാണ് ഇവിടെയുള്ള മനുഷ്യരെ നമുക്ക് പറയാൻ പറ്റും. ഇവരെ ഉപദ്രവിച്ചതിൻ്റെ ഇരട്ടിയായിരിക്കും ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരുത്തിന് കിട്ടുന്നത്. ഒരു ചെറിയ കാര്യത്തിനായിരിക്കും ചിലപ്പോൾ ഉമ്മാർ പിടിച്ചിട്ട് ഈ ഒരു വൈരാഗ്യം വെച്ചായിരിക്കും ഇടിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഒരു പ്രശ്നം വന്നു വണ്ടി ഉറഞ്ഞത് ചിലപ്പോൾ ആ ഡ്രൈവർ അറിഞ്ഞു പോലും കാണത്തില്ലായിരിക്കും. ആ ബസ്സിൽ ചെറുതായിട്ടൊന്ന് ഉറഞ്ഞത്, ചെറുതായിട്ടൊന്ന് ഉറഞ്ഞു, വണ്ടി നിർത്താതെ പോയി എന്ന് പറഞ്ഞു. ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കയറി അതിനെ വിലങ്ങിട്ട് പിടിച്ച് ചെന്നത് അതിൻ്റെ ഗ്ലാസും തല്ലി പൊട്ടിച്ച് ആ വണ്ടി അടിച്ച് പൊട്ടിച്ച് വണ്ടിക്ക് തിരിക്കുന്നവർക്കിട്ട് ഉപദ്രവിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ആ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആ ഉറഞ്ഞ ഭാഗം നല്ല ക്ലീനായി കേട്ടോ, പെട്ടെന്ന് അത് വൃത്തിയായി. അതിനി അവർക്ക് വർക്ക്ഷോപ്പിലൊന്നും കൊണ്ടുവരേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ക്ലീനായി നീറ്റായി വണ്ടി കൈ കിട്ടി. അതാണ് അവർക്ക് അത്രയും സംഭവം അവിടെ ചെയ്തപ്പം കിട്ടിയ ഗുണം. ഇവനൊക്കെ നാണം ഉണ്ടോയെന്ന് ഇവർക്ക്. ഇവന്മാരും ഒക്കെ ഒരു ഡ്രൈവർമാരല്ലേ, ഇവരുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധവും പറ്റിയല്ലേ. നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ, സ്കൂളിൽ നിന്ന് പിള്ളേരും കൊണ്ട് ടൂർ പോയപ്പോഴത്തേക്ക് ആ ഒരു മനുഷ്യൻ ഒരു നിമിഷം ഒന്ന് ഉറങ്ങിപ്പോയതിൻ്റെ പേരിലല്ലേ അത്രയും വലിയൊരു അപകടം ഉണ്ടായത് ഇല്ലേ? അതാണ് പറഞ്ഞത്, മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഒരു നിമിഷം മതി. തിരക്കുള്ള റോഡിൽ കൂടെ ആണെങ്കിലും തിരക്കില്ലാത്ത റോഡിൽ കൂടെ പകലാണെങ്കിൽ പോലും മനുഷ്യർ ചിലപ്പോൾ വണ്ടി ഓടിച്ചു വരുമ്പോൾ ഉറങ്ങിപ്പോവും. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്നവരുണ്ട്, അങ്ങനെ ഉറങ്ങിപ്പോയി വണ്ടി വന്ന് തട്ടുന്നവരുണ്ട്. ഇതൊന്നും ഉറഞ്ഞതേ ഉള്ളൂ. അത് അമ്മമാരെ പിടിച്ച് നിർത്തി നമുക്ക് സ്റ്റേഷനിൽ പോയാൽ മതി, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പ്രശ്നം അങ്ങനെ ആക്കാം. ആ വണ്ടി അടിച്ച് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വണ്ടിയുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഡ്രൈവർ സ്റ്റേഷനിലുണ്ട്. ഇനി അത് ഇറക്കണമെങ്കിൽ അവൻ്റെ മുതലാളി വരണം, അവൻ്റെ മുതലാളി വന്ന് വേണം. ഈ ഉറഞ്ഞതിൻ്റെ 10 ഇരട്ടി പൈസ അങ്ങർക്ക് ഇനി അത് ചിലവാകും. ഇനി ആ വണ്ടി തല്ലിപ്പൊളിച്ചതിന് അതിന് വല്ല നഷ്ടപരിഹാരം കൊടുക്കണമെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ മുതലാളി ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത്. ഈ ഓടുന്നവൻ്റെയൊക്കെ കയ്യിലൊന്നും കാണത്തില്ല, അന്നേരത്തരം കഴിഞ്ഞ് പോകുന്നതായിരിക്കും. ആ സെക്കൻഡ് ആ സ്പോട്ടിൽ പൈസ കൊടുത്താലല്ലേ വണ്ടി വിട്ട് കിട്ടുകയുള്ളൂ, അല്ലാതെ വണ്ടി ഇവിടെ കിടക്കത്തില്ല. അങ്ങേർക്ക് അടുത്ത ഓട്ടം കാണുമായിരിക്കും. തൊഴിലാളികൾക്ക് മുതലാളിമാരോടുള്ള ആത്മാർത്ഥത കൂടുതലാണ് ഈ കിടന്ന് കാണിക്കുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ അടുത്തൊരു ഓട്ടോ ഉണ്ടെങ്കിൽ ആ വണ്ടി ഇപ്പം അത്രയും പേര് ഇറങ്ങിച്ചെന്ന് പെണ്ണുങ്ങളും ചെന്ന് ബഹളം ഉണ്ടാക്കി. ഈ ഡ്രൈവർമാർ പറയാമല്ലോ, അത് ഓരോ നിങ്ങളാരും ഇറങ്ങണ്ട, ഞങ്ങൾ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞങ്ങൾ പഴനി പോയിട്ട് വരുന്നവരുടെ വണ്ടി എന്നെ എങ്ങും ഒരയാൻ പാടില്ലേ? അതോ അങ്ങനെയുള്ളവരൊരു കാര്യം ചെയ്യണം, ആകാശത്തൂടെ പോകണം ഒരയാൻ പാടില്ലാത്തവരാണെങ്കിൽ. ഞങ്ങൾ പഴനി പോയിട്ട് വന്നവരാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വണ്ടി അവർ ഒരഞ്ഞു എന്ന് ആ ഓടിക്കുന്ന ഡ്രൈവർക്ക് അറിയോ ഇത് പഴനി പോയിട്ട് വരുന്നതാണോ വേളാങ്കണ്ണി പോയിട്ട് വരുന്നതാണോ എന്ന് വല്ല അവർക്കറിയാവോ? അവർക്കറിയത്തില്ല. അത് അറിയാതെ പറ്റി അവർ ക്ഷമ പറഞ്ഞു കൈകൂപ്പി നിന്ന്. ഒരു മനുഷ്യൻ നമ്മുടെ അടുത്ത് നിസ്സഹായനായിട്ട് കൈകൂപ്പി നിന്ന് ക്ഷമ പറയുമ്പോൾ അവനെ കയറി അടിക്കുന്നതല്ല ആണത്തം, അത് ആണത്തം ഇല്ലായ്മയാണ് കാണിക്കുന്നത്. അവൻ തിരിച്ച് തരുന്നവനാണെങ്കിൽ കയറി അടിക്കാൻ ചെല്ലുകയല്ല. വെളിയിൽ കിടന്ന് കുറേ തെറിയും പറഞ്ഞ് ബഹളവും പറഞ്ഞ് അവൻ്റെ വണ്ടിയെപ്പോലും തൊടുകയല്ല. അവൻ്റെ വണ്ടിക്കകത്തുമുണ്ട് ഇവരുടെ കയ്യിലെ സാധനങ്ങൾ പോലത്തെ തന്നെ സാധനങ്ങൾ അവൻ്റെ വണ്ടിക്കകത്തുമുണ്ട്. അവൻ്റെ വണ്ടിയിലൊന്ന് അടിക്കുമ്പോൾ അവൻ ആ സാധനം കൊണ്ട് ഇറങ്ങി ഒന്നിച്ച് അടിച്ചുകൊണ്ടിടണം തിരിച്ചു കൊടുത്താലോ? അതാണ് പറയുന്നത്, ഈ ഒരു മനുഷ്യൻ്റെ ബലഹീനത കണ്ട് അവിടെ കയറി ആളാകുന്ന അല്ല മിടുക്കരാന്ന്. അത്രയും വിഷയം നടക്കുന്നിടത്ത് 2 ചെറുപ്പക്കാരാണ് വന്നിച്ച് അതിനെ എതിർത്തത്. 2 ചെറുപ്പക്കാർ, ഒരു വെള്ള ടീഷർട്ട് ഇട്ട ഒരു പയ്യനും പിന്നെ വേറെ പയ്യനും കൂടാണ് ഇത് എതിർത്ത മൊത്തം. ആ പയ്യൻ വന്നിച്ച് പറഞ്ഞ് നിങ്ങൾ അടങ്ങിയിരിക്കേ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ വണ്ടി ചെറുതായിട്ടൊന്ന് ഉറഞ്ഞു തല്ലേ ഉള്ളൂ, നിങ്ങൾ ഇത്രയും വിഷയം ഉണ്ടാക്കാതെ. ആ വണ്ടിക്കകത്ത് കയറി തല്ലുമ്പോഴും ആ ചെറുക്കൻ തെറിയും പറഞ്ഞിട്ട് പിടിച്ചിറക്കി വിടുന്നുണ്ട്. ഒരുത്തനെങ്കിലും അങ്ങനെ ഒരു മനസാക്ഷി തോന്നിയല്ലോ. എനിക്കറിയാമല്ലേ മലയാളികൾ എന്നാണ് കാണിക്കുന്നതെന്ന്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഡ്രൈവർമാരെന്ന് പറയുന്നത് ഏത് ഭാഷക്കാരായാലും ഏത് മതക്കാരായാലും ഏത് ഇതായെന്ന് പറഞ്ഞാലും ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്ന പണി എല്ലാവരും ഒരുപോലെയാണ് ചെയ്യുന്നത്. ആർക്കും പ്രത്യേകതയൊന്നുമില്ല. നാളെ അവരവർക്കും വരാവുന്ന കാര്യങ്ങളാണ് ഈ പോകുന്ന വഴിക്ക് ഒരു തട്ടലും മുട്ടലും ഒരയിലും ഒക്കെ. പിന്നെ ഈ വണ്ടി അതും ഇനി ഉറഞ്ഞു. ഇതിന് ഇൻഷുറൻസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതെന്നാ കാണാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു ഇൻഷുറൻസിൻ്റെ പൈസയിലാണ് കൂടുതലും കാര്യങ്ങൾ നടത്തുന്നത്.
നമുക്ക് ഓരോ കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് ഇപ്പം ഞങ്ങൾ തന്നെ വണ്ടി പ്രസ്ഥാനം കൊണ്ട് നടക്കുന്നവരാണ് ഞങ്ങളുടെ വണ്ടി കൊണ്ട് പോയി ഒരുപാട് തട്ടലും മുട്ടലും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നമുണ്ട്. അത് നമ്മുടെ കയ്യിൽ തന്നെ പൈസ എടുത്താണ് ചിലപ്പോൾ നമ്മൾ വണ്ടി പണിത് ഇറക്കുന്നത്. നമ്മുടെ കയ്യിൽ തന്നെ പൈസ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ കാര്യം നല്ല പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ വണ്ടിക്ക്. അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്നും ഇൻഷുറൻസ് തുക കിട്ടുന്നതിൻ്റെ ഒരു ഇതുണ്ട്. അതിൽ കൂടുതൽ ഈ ഇടിയും തട്ടും മുട്ടും ഒക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ വണ്ടി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. തട്ടലും മുട്ടലും ഒരയിലും ഒക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷേ അതിന് ഒരു പാവം പിടിച്ച് ഒരുത്തനായിട്ട് ഇത്രയായിട്ട് തല്ലേണ്ട കാര്യമില്ല. ഈ പോകുന്നവരിൽ ഏതെങ്കിലും എടുത്ത് സ്കൂട്ടറിൽ ഓടിക്കാത്തവൻ കാണുകയല്ലോ, ഇവൻ്റെ ഒന്നും കയ്യിൽ നിന്ന് ഒരിക്കലും ഒരു തട്ടലും മുട്ടലും പറ്റത്തില്ലേ. ഇതൊക്കെ എന്നെ തിണ്ണമിടുക്ക് കാണിക്കാമെന്ന് പറയും. തിണ്ണമിടുക്ക്. ഇത് അവരുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇവന്മാർ വല്ലതും ചെയ്യുമായിരുന്നോ? ഈ ഒരച്ചിലും മേടിച്ച് പെരക്കകത്ത് വന്ന് കയറി ഇരിക്കത്തേ ഉള്ളായിരുന്നു അവരുടെ നാട്ടിൽ വെച്ചായിരുന്നെങ്കിൽ. ഇത് ഇവിടെ ആയതുകൊണ്ടല്ലേ ഇവനൊക്കെ ഈ തിണ്ണമിടുക്ക് കാണിച്ചത്. ബായി വരുന്ന് വിളിച്ച് പറഞ്ഞോട്ടെ, ഇനി തെറി പറയുമോ എടുക്കുമോ ദേഷ്യപ്പെടുവോ എന്നതിലൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഉപദ്രവിക്കുകയും ആ വണ്ടിയുടെ അത്രയും അടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്ത് ആ ഗ്ലാസ്സൊക്കെ, ആ മെയിൻ ഗ്ലാസ്സൊക്കെ, ആ വണ്ടിയുടെ ഉടയൻ്റെ ചങ്ക് കത്തും അതൊക്കെ കാണുമ്പോഴത്തേക്ക്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ എത്ര രൂപ മുടക്കിയാലാണ് ഗ്ലാസ്സിന് ശരിയാകുന്നത്? ആ ഗ്ലാസ്സിന് ശരിയാകണമെങ്കിൽ എത്ര രൂപ മുടക്കിയാലാണ്? പിന്നെ ഈ കാണിക്കുന്ന നെകളിപ്പൊക്കെ ഈ മഹാരാഷ്ട്രയിൽ നിന്നും അവിടെ നിന്നൊക്കെ വണ്ടി ഇങ്ങോട്ട് ഉണ്ടാക്കിയാലേ ഉള്ളൂ വല്ലതും വായിലോട്ട് ചെല്ലുകയും ഈ പറയുന്ന നിൻ്റെയൊക്കെ പെണ്ണുപിള്ളമാർ സഹിതം ഒരു പാട് പോലും വരണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയൊക്കെ ഇങ്ങനെ എത്തണം, എന്നാലേ പറ്റുള്ളൂ. അല്ലാതെ ഈ കേരളത്തിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊന്നും അല്ല ഇത് കൂടുതലും. എല്ലാം ഓരോ നാട്ടിൽ നിന്നും വരുന്നതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഇത് പറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് വലിയ പരിക്കില്ലെങ്കിൽ അത് പറഞ്ഞ് തീർത്ത് പോയി, അത്രയേ ഉള്ളൂ. ഇതിപ്പം ഈ ടൂറിസ്റ്റ് ബസ് ഇപ്പം എനിക്കൊന്ന് സീസൺ സമയമാണെന്ന് തോന്നുന്നു. വണ്ടിയൊക്കെ ഓട്ടോ ഒക്കെ ഉള്ള സമയമാണ്, ടൂറും കാര്യങ്ങളും ഒക്കെ ഉള്ള സമയമാണിപ്പോൾ. ആ വണ്ടിക്ക് ഇന്നൊരു ഓട്ടം ഉണ്ടെങ്കിൽ ആ ഓട്ടം ക്യാൻസലാകുകയല്ലേ? ആ ഓട്ടം ക്യാൻസലാകും. ആ ഓട്ടത്തിൻ്റെ നഷ്ടം അവർ കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അതിന് പകരം ഇപ്പോൾ ഈ സീസൺ സമയമാകുമ്പോൾ വണ്ടി ചിലപ്പോൾ കിട്ടണമെന്ന് പോലും ഉണ്ടാകത്തില്ല. അപ്പോൾ മറ്റൊരു ഓട്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം അത് വേറെ വണ്ടിക്ക് കൊടുക്കുമ്പോൾ ഈ മുതലാളിക്ക് വരുന്ന നഷ്ടം എത്രയെല്ലാം കാര്യങ്ങളാണ്. ആ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഡ്രൈവറുടെ പിടിപ്പുകേടെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ആ ആളായിരിക്കുമല്ലോ നിർത്തി കൊടുത്ത് ആദ്യമേ ചാടി ഇറങ്ങിയത്. അതിൻ്റെ പുറകെ ആയിരിക്കുമല്ലോ യുവമാരെല്ലാം ചാടി ഇറങ്ങിയത്. ഇവർ പഴനിക്ക് പോയിട്ട് വന്നതെന്ന് അതിലുള്ള സ്ത്രീകൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഞങ്ങൾ പഴനിക്ക് പോയിട്ട് വന്നതെന്ന്. ഇവരെന്നാത്തിനാണ് ദൈവത്തെ കാണാൻ പോയത്? എന്നാത്തിനാണ് ദൈവത്തെ വിശ്വസിക്കുന്നവർ കിടന്ന് കാണിക്കുന്ന പരിപാടി വല്ലതും ആണോ അവരുടെ കിടന്ന് കാണിച്ചത്? ആ ഒരു പയ്യൻ എതിർത്തില്ലായിരുന്നെങ്കിൽ, ആ ഒരു വെള്ള ടീഷർട്ട് ഇട്ട പയ്യൻ ഇതിനെ എതിർത്ത് നിന്നില്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ളതെല്ലാം വായും പൊളിച്ച് നോക്കി നിൽക്കുന്നതേ ഉള്ളൂ. ഒരുത്തരും എതിർക്കുകയല്ലോ. ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നമൊക്കെ നടന്നാണല്ലോ വായും പൊളിച്ച് നോക്കി നിൽക്കുക, അല്ലെങ്കിൽ വീഡിയോ എടുക്കുക. ഈ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എല്ലാവർക്കും. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. ആ ഒരു പയ്യൻ എതിർത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിനകത്തിട്ട് അതുങ്ങളെ ഒരുപാട് ഉപദ്രവിച്ച് ആ ഉപദ്രവം ഏതെങ്കിലും ഒരു അടിയിൽ ആ മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോലുള്ള അവസ്ഥ നിങ്ങൾ ഓർത്ത് നോക്കി. എന്നതെങ്കിലും സംഭവിച്ചു പോലുള്ള അവസ്ഥയെന്ന് ഓർത്ത് നോക്കി. അതുപോലുള്ള ഉപദ്രവമാണ്. അങ്ങോട്ട് കയറി ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഇപ്പം ഒരു മിടുക്ക് അങ്ങോട്ട് ചാടി കയറുക ഒരു വണ്ടിക്ക്. അവൻ ഒറ്റ ചവിട്ട് കൊടുത്ത വണ്ടിക്ക് ഒരു ആരോഗ്യമുള്ള ഒരുത്തനാണെങ്കിൽ ഒരുത്തൻ ആ ചാടി കയറുന്ന സമയത്ത് ആ ഡ്രൈവറുടെ സീറ്റ് ഇരുന്നതിന് ഒറ്റ ചവിട്ട് കൊടുത്തവൻ എടുത്തടിച്ച് റോഡിൽ കിടക്കും. എന്നിട്ട് അവർക്ക് അതുങ്ങൾ ഒരു ദുർബലരായതുകൊണ്ടല്ലേ കയ്യും കുപ്പി മാറിയിരുന്നത്. രണ്ട് സൈഡിൽ കൂടെ ആക്രമിക്കുക. ഒരു ആരോഗ്യമില്ലാത്ത രണ്ട് മനുഷ്യരെ ഇവന്മാർ ഇത്രയും ആരോഗ്യമില്ലാത്ത പറഞ്ഞാൽ ആരോഗ്യമില്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ആരോഗ്യമുണ്ട്, ആവശ്യത്തിനുള്ള ആരോഗ്യമുണ്ട് അവർക്ക്. ആരോഗ്യമില്ലാത്തെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഇനി വല്ലവരും പറയും അവർക്ക് തന്നെ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരാൾ ഉപദ്രവിക്കുമ്പം അവരെ തിരിച്ചൊന്ന് ആക്രമിക്കാനായിട്ടുള്ള ഒരു കെപ്പില്ലാത്ത മനുഷ്യരെയാണ് പോയി ഉപദ്രവിക്കാൻ പോയത്. അങ്ങനെ ആക്രമിക്കുന്നത് ആ വണ്ടിക്കകത്ത് അത്രയും അവന്മാർ കൂടി നിൽക്കുമ്പം തിരിച്ചൊന്നും അവർ ചെയ്യുകയില്ല. കാര്യം എന്ന് വെച്ചാൽ ആ മിടുക്കിലാണ് അവന്മാർ കയറി അകത്ത് കയറി ആളാകാൻ നിൽക്കുന്ന പെണ്ണുങ്ങളുടെ മുന്നിൽ ഷോ കാണിച്ചതായിരിക്കും. ഒരുത്ത മുണ്ടുമൊക്കെ അവന് നല്ല പച്ചത്തെറിയാണ് ആ ചെറുക്കൻ വെളിയിൽ നിന്ന് വിളിച്ച് ഇറങ്ങടാ വെളിയിലെന്നും പറഞ്ഞിട്ട്. ഒരു കുഴപ്പമില്ല, തെറിയല്ല, വേറെ ഒരു വടിയെടുത്ത് അവർ മുതുവ് നോക്കി ആദ്യം ഒരെണ്ണം കൊടുക്കണം, എന്നിട്ട് ഇറങ്ങാൻ പറയണമായിരുന്നു. അതുപോലെയുള്ള എന്നതാണോ ഒരു വണ്ടി ഉറഞ്ഞതിന് കാണിച്ച് കൂട്ടിയ കാര്യങ്ങൾ. നമ്മൾ ഒരു വണ്ടിയും കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു വണ്ടിയും കൊണ്ട് പോകുമ്പോൾ അത് എടുത്തുകൊണ്ട് പോകുന്നത് തിരിച്ച് അതുപോലെ തന്നെ വരണേ എന്നുള്ള പ്രാർത്ഥനയിലായിരിക്കും പോകുന്നത്. ഒരു ചെറിയ തട്ടലും മുട്ടലൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാം. ഇതിനേക്കാൾ വലിയ അപകടം നമ്മുടെ കയ്യിൽ നിന്നൊന്നും പറ്റിയാലും ആ വണ്ടി വന്ന് ഈ പഴനി പോയിട്ട് വന്നെന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. അത് വേറെ എന്തെങ്കിലും ഒരു വലിയൊരു ആക്സിഡൻറ്റ് പറ്റി അതിനകത്തുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ്റിയാലും അന്നേരം ഇവർ ആറ് വണ്ടി തല്ലിപ്പൊളിക്കാൻ പോകും. ആറും തല്ലിപ്പൊളിക്കാൻ പോകത്തില്ലല്ലോ. അന്നേരം അവർക്കത് അപകടം പറ്റി അല്ലെങ്കിൽ കൈയൊടിഞ്ഞു കാലൊടിഞ്ഞു എന്നുള്ളൊരു മൈൻഡേ വരുള്ളൂ. ഇത് വേറൊരു വണ്ടി നിസാരമൊന്നും അവർ കഴിഞ്ഞ ദിവസത്തെ അപകടത്തിൽ എത്ര പേരുടെ ജീവനാണ് പോയത്. അവരൊക്കെ ആരോട് ചെന്ന് ചോദിക്കും? ആരുടെ ചെന്ന് പരാതി പറയും? ആരെ വഴക്ക് പറയും? ആരുടെ വണ്ടി തല്ലിപ്പൊളിക്കും? അത് നഷ്ടമാണ്, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നഷ്ടങ്ങളാണ് സംഭവിച്ചേക്കുന്നത്. അതൊന്നും സംഭവിച്ചില്ലല്ലോ. വണ്ടിയുടെ സൈഡൊന്നും ഒരഞ്ഞു, അത്രയേ സംഭവിച്ചുള്ളൂ. അതിന് കാണിച്ചു കൂട്ടിയ കോലങ്ങളാണ്. അതിൽ ആ പെണ്ണുങ്ങളെയൊക്കെ സമ്മതിക്കണം. ഇതിൻ്റെയൊക്കെ കുടുംബത്തെ എന്നതായിരിക്കും ഇതൊക്കെ. ഇത്രയും കിടന്ന അഹങ്കാരം, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്നതിന് ഒരു വിഷയവുമില്ലാതെ കണ്ടുകൊണ്ട് നിൽക്കുന്നിട്ട് ഇവർ കിടന്ന്
വെമ്പിരിയുള്ള ഇവൾമാർക്കും തല്ലണം. അതിന് കിടന്ന് വെമ്പിരി എടുക്കും അവിടെ കിടന്ന്. അന്ന് ഈ വഴക്കുണ്ടാക്കുന്നുണ്ട് ആ എതിർത്ത പയ്യൻ്റെ അടുത്തോട്ട് ഒന്നിച്ച് അതിൻ്റെ നേരെ നിൽക്കുന്നവളുമാർ അതിൻ്റെ നേരെ നിന്ന് ഒച്ചയെടുക്കുന്നു. ഞങ്ങളുടെ വണ്ടി ഉറഞ്ഞത് കണ്ടത്. ഞങ്ങളുടെ വണ്ടി ഉറഞ്ഞത് കണ്ടോയെന്ന് ചോദിച്ചാൽ ഈ യാത്ര ചെയ്യുന്നവന്മാരുടെ കുടുംബസ്വത്ത് വല്ലതും ആണോ ആ ടൂറിസ്റ്റ് ബസ്? ഞങ്ങളുടെ വണ്ടി ഉറഞ്ഞു എന്ന് പറയാനായിട്ട് അതിന് എന്നാ പറ്റിയാലും ഇപ്പോൾ ഈ ഉറഞ്ഞത് അങ്ങേർക്ക് ചിലപ്പോൾ ഒരു പെയിൻ്റ് അടിച്ചാൽ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഒരു അരമണിക്കൂർ നേരത്തെ പരിപാടി കൊണ്ട് തീർത്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളായിരിക്കും. ഇതിപ്പോഴും സ്റ്റേഷനിൽ വണ്ടി പിടിച്ചിട്ടു. ആ വണ്ടി ഇനി അവിടെ നിന്ന് ജാമ്യത്തിൽ ഇറക്കണം. അവരെ ഉപദ്രവിച്ചതിൻ്റെ കേസ് വേറെ എന്നതൊക്കെയാണ്. ഇനി ഒരു പക്ഷേ അവരുടെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചതാണ്. അത് തിരിച്ച് മേടിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മുതലാളി തന്നെ വേണ്ട പൈസ മുടക്കാനായിട്ട്. മുതലാളിയോടുള്ള ഉത്തരവാദിത്വം ശുഷ്കാന്തിയും കൂടിപ്പോയിട്ട് സംഭവിച്ചത്. ഒരു നിമിഷം ഒന്ന് ക്ഷമിക്കാവുന്ന കാര്യമാണ് ഇത്രയും വഷളാക്കിയത്. അതിനുള്ള സംഭവങ്ങൾ എന്നാ ഈ പൊതുജനങ്ങളെല്ലാം അതിന് സൈഡിൽ നിൽക്കുന്നവരുമുണ്ട്, അവരുടെ കൂടെ അനുകൂലിച്ച് നിൽക്കുന്നവരുമുണ്ട്. അത് പൊതുജനം പല വിധമാണല്ലോ, അങ്ങനെയൊക്കെയാണല്ലോ. ഏത് നല്ലത് മുന്നിൽ കണ്ടാലും അത് നല്ലതാണ്, അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് മനസ്സിലായാലും ആരും അതുകൊണ്ടാണല്ലോ പണ്ടുള്ളവർ പറയുന്നത് തന്തയെ തല്ലിയാലും തള്ളയെ തല്ലിയാലും ഈ തല്ലിയവൻ്റെ കൂടെ സൈഡിൽ നിൽക്കാനുണ്ട്. നീ അമ്മയെ തല്ലിയ നല്ല അല്ലെങ്കിൽ നീ തന്തയെ തല്ലിയ നല്ലതാണെന്ന് പറയാനും ആൾക്കാരുണ്ട്. അതേസമയം നീ ചെയ്ത് തെറ്റാണ്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നെന്ന് പറയുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് പൊതുജനം പല വിധമാണ്. അങ്ങനെയുള്ള കമൻറ്റുകൾ വരും. ഇനി ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്ന ആരാന്നറിയോ? ഈ കേരളത്തിൽ നിന്ന് പോകുന്ന ഡ്രൈവർമാരാണ്. ഈ കേരള രജിസ്ട്രേഷൻ ഏത് വണ്ടി കണ്ടാലും അവിടെ ഉള്ള ആൾക്കാർ ഉറപ്പായിട്ട് നമുക്ക് താമസിയാതെ തന്നെ കേൾക്കാൻ പറ്റും. മഹാരാഷ്ട്രയിലിട്ട് ഉപദ്രവിച്ചെന്നും പറഞ്ഞിട്ട് എന്നാ ചെയ്യാനാണ്? പോകാതിരിക്കാൻ പറ്റുമോ? ഈ ഇതുപോലെ തന്നെ ലോറി ഓടിക്കുന്ന എന്തോരം തൊഴിലാളികളുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. നമ്മുടെ മലയാളികൾ ഇവിടുന്ന് പുറത്തോട്ട് പോയി എന്തെല്ലാം സാധനങ്ങൾ, മുട്ട, അതുപോലെ കോഴിത്തീറ്റ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നില്ലേ? കാലിത്തീറ്റ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട് ഇവിടുന്ന് പുറത്തോട്ട്. ഈ വലിയ ഇതുപോലെ തന്നെ ട്രക്കായിട്ട് പോകുന്നില്ലേ? ഇഷ്ടംപോലെ മലയാളികൾ പോകുന്നില്ലേ? അതുങ്ങളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അവർ ആരോട് എന്താ പറയാനായിട്ടാണ്? വലിയപ്പന്മാർ കാണിച്ചു കൂട്ടുന്നതിൻ്റെ ഈ പോകുന്ന വണ്ടിക്കാർക്ക് ആർക്കെങ്കിലും ആയിരിക്കും പണി കിട്ടാൻ പോകുന്നത്. അവർക്കിട്ട് അവരുടെ നാട്ടിൽ നിന്ന് വന്ന ഒരാൾക്കിട്ട് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ തിരിച്ച് അവരും കൊടുത്തിരിക്കും. ഇവരിപ്പോൾ അവിടെ ചെന്നാൽ അവിടെ ഉള്ള ഡ്രൈവർമാരോട് പറയുമായിരിക്കുമല്ലോ, ഞങ്ങളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ അറിഞ്ഞു പോലും ഇല്ല വണ്ടി തട്ടിയത്, ഞങ്ങളെ ഇത്ര ഉപദ്രവിച്ചു, വണ്ടിയുടെ ഗ്ലാസ്. അത് നമ്മുടെ നാട്ടിലാണെങ്കിലും അതുപോലെ തന്നെയില്ലേ, അത് കാറ്റ് പോലെ പടർന്ന് പിടിക്കും. പിന്നെ ഏതെങ്കിലും ഒരു മലയാളിയുടെ വണ്ടി കാണുമ്പോഴായിരിക്കും ഇവന്മാരെടുത്തിട്ട് ചൊറിയുന്നത്. എത്രയാണേലും അവനവൻ്റെ നാട്ടിലൊരു സംഭവം നടക്കുമ്പോഴത്തേക്ക് ഒന്നുമല്ലെങ്കിലും പൊതുജനമെങ്കിലും ഒന്ന് ഇടപെടുക. ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് 1 അല്ല 2 അല്ല 3 അല്ല 10 അല്ല 11 കാര്യങ്ങളായി, 11 അല്ല അതിൽ കൂടുതൽ കാര്യങ്ങളായി. അങ്ങനെ തുടർച്ചയായിട്ട് കാര്യങ്ങളുണ്ട്. എല്ലാവരും ഒരുമാതിരി നോക്കൂത്തി മാതിരിയൊക്കെ നോക്കി നിന്നോളുവാണ്. ഞങ്ങൾക്കിതൊന്നും വിഷയമല്ല, ഞങ്ങളിതിലൊന്നും ഇടപെടണ്ട എന്നുള്ള മൈൻഡിൽ. ഇനി ആ വണ്ടി തടഞ്ഞിട്ട് വെച്ച് സ്റ്റേഷനിൽ വിളിച്ച് പറയല്ലോ സാറേ ഞങ്ങൾ വന്ന വഴിക്ക് വണ്ടി ഇങ്ങനെ ഉറച്ചു, ഇവർ നിർത്താതെ പോയി, ഞങ്ങൾ വിളിച്ച് നിർത്തിയില്ല എന്ന് പറഞ്ഞ് ആ ഒരു പ്രശ്നം അങ്ങനെ അങ്ങോട്ട് തീർക്കാമല്ലോ. ഓരോ കാര്യങ്ങളിലും എടുത്തുചാട്ടം കാണിക്കുമ്പോഴത്തേക്ക് മനുഷ്യരൊന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു പ്രവൃത്തിയുടെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന മറ്റു പലരും കൂടെ ആയിരിക്കും എന്നൊന്ന് ചിന്തിക്കുക. സ്ത്രീകളടക്കം ഇറങ്ങി ചെന്നേച്ച് ഞങ്ങളുടെ വണ്ടി പോയി എന്നും പറഞ്ഞുകൊണ്ട് എന്നാ കോലങ്ങളാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും ഡ്രൈവർമാരുടെ ഭാര്യമാരുണ്ടെങ്കിൽ എത്രമാത്രമില്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ ആൺമക്കൾ ഡ്രൈവർ പണി ചെയ്യുന്നവർ കാണും. അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും അങ്ങനെ പോകുമ്പോൾ നമ്മൾ എത്രമാത്രം ഒരു ടെൻഷൻ അടിച്ചായിരിക്കും വീട്ടിൽ ഇരിക്കുന്നത്. ഒരു ഫോൺ കോൾ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് എടുക്കുമ്പോൾ ഒരു ടെൻഷനാണ്. എന്തായി പോയിട്ട് വരുന്നിടം വരെ, വീട്ടിൽ വന്ന് കയറുന്നിടം വരെ നമുക്ക് ഉള്ളിലൊരു തീയാണ്. ഒരാപത്തുമില്ലാതെ ഇങ്ങനെ എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അത്രയ്ക്കും ഇതായിട്ട് നടക്കുക. അതുപോലെ തന്നെ ആയിരിക്കത്തില്ലേ അവരുടെ കുടുംബത്തിരിക്കുന്നവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളികൾ ഇപ്പോൾ വന്നുണ്ടല്ലോ. പണ്ടൊക്കെ നമ്മൾ പറയും തമിഴ്നാട്ടിലോട്ടൊക്കെ ചെന്നാലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് വിവരമില്ല, അവർ വിവരമില്ലായ്മയാണ് കാണിക്കുന്നതെന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മലയാളികൾക്ക് ശകലം വിവരമില്ലായ്മയല്ല, അഹങ്കാരമാണ്. അഹങ്കാരം, വിവരമില്ലായ്മയെന്ന് പറയാൻ പറ്റത്തില്ല. അഹങ്കാരം അങ്ങ് തലയ്ക്ക് കയറി പിടിച്ചിട്ട് എന്നതും എനിക്ക് കാണിക്കാം, എന്ത് തോന്നിവാസം ഇവിടെ നടക്കും എന്നൊരു മൈൻഡായിട്ടുണ്ട്. ഇപ്പോൾ എന്ത് തോന്നിവാസം ഇവിടെ നടക്കുന്നൊരു മൈൻഡായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു നിമിഷം മതി നമ്മുടെ കൈ ഒന്നും അറിയാതെ കഴിഞ്ഞ ദിവസം തന്നെ ബാറിലെ വിഷയം തന്നെ അതൊക്കെ നമ്മൾ കാണുമ്പോൾ അറിയാം. അത്രയും പേരവിടെ നോക്കി നിൽക്കുമായിരുന്നു, ഒരു മരണം ഒഴിവാക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇതുപോലെ ഈ ഒരു വണ്ടിക്കകത്തിറങ്ങി അടി ഉണ്ടാക്കുമ്പം ആ ഒരു പയ്യൻ ചെന്ന് വിളിച്ചില്ലെങ്കിൽ അവൻ ഇറങ്ങിയല്ല വണ്ടിക്കകത്തുനിന്ന്. ഈ കൊടുക്കുന്ന ഇടിയെല്ലാം മുഖത്തിനിട്ടായിരിക്കുമല്ലോ ഇല്ലേ? എവിടെയെങ്കിലും ഒരിടത്തുനിന്ന് കൈമാറിക്കൊണ്ടാ പോരെ, തീർന്നില്ലേ? ഇതിപ്പോൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും വരുന്നവരൊക്കെ കാണും. ഇപ്പം ഞാനീ പറയുമ്പോൾ പറയായിരിക്കും ഉമ്മാരുടെ നാട്ടിൽ ചെന്ന ഉമ്മാർ ഇങ്ങനെയാണോ കാണിക്കുന്നത്, വണ്ടി തട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടണം, ഇങ്ങനെയൊക്കെ. ഇതിനാണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് ഒന്ന് ഉറച്ചു പോയാൽ നിങ്ങൾ ഇതുപോലെ ചെന്ന് അവരെ ചെന്ന് തല്ലാൻ ചെല്ലുമോ? ആരും പോകത്തില്ല. കാര്യം അത് സർക്കാരിൻ്റെ വണ്ടിയാണ്, തൊട്ടാ പണി കിട്ടുമെന്നറിയാം. അനങ്ങിയ എല്ലാവരും
അപ്പം കൊടുക്കാൻ പറ്റുന്നിടത്തേ കൊടുക്കുകയുള്ളൂ. എനിക്കിത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് വിഷമം തോന്നി. കാര്യം എൻ്റെ ഭർത്താവ് വണ്ടി ഓടിച്ച് പോകുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് എനിക്കൊരു വിഷമം തോന്നിയത്. ഈ മഹാരാഷ്ട്രക്കാരെല്ലാം നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവന്മാർ ഇതിൻ്റെ അപ്പുറം കാണിക്കും. അന്നേരം ചോദിക്കും, ഇപ്പം നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പം നമുക്കൊന്നും പറയാനില്ല. കാര്യം ഇവിടെ കാണിച്ചു വെച്ചത് അതാണ്. അതിൻ്റെ ബാക്കിയാണ് ഇനി അവിടെ കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് ആൾക്കാർക്ക് അല്ലേ തന്നെ അവന്മാർ ഒരു കാരണമില്ലാതെ ഉപദ്രവിക്കുന്നവന്മാരാണ്. അതിൽ വരുന്ന ഏതെങ്കിലും ഒരു പാവത്തിനായിരിക്കും നമ്മുടെ കിട്ടുന്നത്. അവരെ എടുത്തിട്ട് ഉപദ്രവിച്ച് വെച്ച് ഇവിടുന്ന് ചെല്ലുന്നവരെല്ലാം മേടിച്ച് കെട്ടിക്കുക, ആക്രമിക്കുക. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ഇതായിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. ഇത് എത്ര പേര് കാണും, എത്ര പേര് സപ്പോർട്ട് ചെയ്യും എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതാരും സപ്പോർട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.